ഹലോ ഗേസ്, രാവിലെ തന്നെ തൊണ്ടവേദനയായിരുന്നു. അപ്പൊ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി കുടിച്ചിട്ട് പണികൾ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ചക്ക അൽശ്ശേരി വയ്ക്കണേ. ചക്ക അൽശ്ശേരി, കടലുപ്പേരി, രസം, പിന്നെ നമ്മള് വെള്ളയപ്പം, ഉരുളങ്കിഴങ്ങ് കറി ഇട്ടാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നാക്കൊടുക്കല് സാധാരണ പതിവാണ് കേട്ടാ. പിന്നെ അപ്പോഴേക്കും ഇന്നലെ നമ്മള് രാത്രിയാണ് അരി, നാളികേരം, ചോറ് ഇതെല്ലാം കൂടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നേരം വെളുത്ത് നമ്മൾ നല്ലോണം ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തു. എന്നിട്ട് നമ്മളൊരു പാത്രം ചൂടുവെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചു, സോഡാപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്. മാവ് നല്ല പൊന്തി വരും, നല്ല സോഫ്റ്റാണ്, നല്ല രസമാണ് കേട്ടോ. കാണാൻ അപ്പം തന്നെ ഇത്തിരി ഭംഗി കുറവാണെങ്കിലും ടേസ്റ്റ് നല്ല രസമായിരുന്നു. ഒന്നും വേണ്ട, നമുക്ക് വെറുതെ ചായ കൂടി കഴിക്കാം. അപ്പം നമ്മുടെ അപ്പക്കുട്ടന് അത് കഴിഞ്ഞ് നമ്മൾ ഈ മഞ്ഞപ്പൊടിയും ഉപ്പിട്ടുള്ള പാല് നമ്മൾ ഇങ്ങനെ അര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നമ്മൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മൾ കാച്ചും. തുമ്മല് മാറാനാണ് കേട്ടാ. അപ്പോൾ എന്നിട്ട് നമ്മളത് കാച്ചിയിട്ട് അതിങ്ങനെ വെറ്റി വര വീണ്ടും വെള്ളം ഒഴിച്ച് അങ്ങനെ നല്ലോണം പാല് വേവിച്ചെടുത്തിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. അങ്ങനെ കൊടുത്താലാണ് തുമ്മൽ മാറുള്ളൂ. അപ്പോൾ ചക്കൽശ്ശേരി ഞങ്ങൾ ഇങ്ങനെയാണ് വെക്കുക കേട്ടാ. ചക്കയിൽ കുറച്ച് മുളക് പൊടി ഇടും, പിന്നെ പച്ചമുളക് ഇടും, പിന്നെ മഞ്ഞപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കും. പിന്നെ നാളികേരത്തിൽ നമ്മൾ നല്ല ജീരകം വെളുത്തുള്ളി ഇട്ട് അരച്ച് നമ്മൾ ചക്ക നല്ല ഉടച്ചു കൊടുത്ത് നമ്മൾ പിന്നെ കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മൾ താളിക്കും. പിന്നെ ഇന്ന് ചക്കൽശ്ശേരിയും രസവും ഞാൻ വെച്ചു. അപ്പോൾ ഉരുളങ്കിഴങ്ങ് കറി നമ്മുടെ മാളൂട്ടി കടലുപ്പേരി. അപ്പോൾ ഉരുളങ്കിഴങ്ങിന് ഇന്ന് പച്ചമുളക് കുറവായിരുന്നു. അപ്പം മുളക് പൊടി ഇട്ട് വെക്കുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ സംഭവം ഞങ്ങൾക്ക് ഇന്ന് കറി തികഞ്ഞില്ല കേട്ടാ. പിന്നെ രസത്തിന് ഞങ്ങൾ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നല്ല ജീരകം, പിന്നെ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കും. അതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് കായപ്പൊടി ഇട്ട് വഴറ്റിയെടുത്ത് പുളിവെള്ളം പിഴിഞ്ഞൊഴിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ രസം വെപ്പ് ഞങ്ങളുടെ ഏട്ടന്ന്. മല്ലിയില ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ മല്ലിയില ഇല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ കടല കാച്ചി തുടങ്ങി. അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ നേരം വിളിക്കുമ്പോഴേക്കും ഞങ്ങളുടെ പണികളൊക്കെ കഴിക്കുന്നത്. അപ്പൊ സോറമ്മ കാലത്ത് തന്നെ എത്തും. സോറമ്മ ആണ് ഞങ്ങൾക്ക് ഓരോ നാട്ടുവിശേഷമൊക്കെ വന്ന് പറഞ്ഞു തരാം. അവിടെ സോറമ്മയുടെ ഒരു കൂട്ടുകാരത്തിണ്ട്, സുലു ചേച്ചി. അപ്പൊ സുലു ചേച്ചി പറയും വിശേഷങ്ങള്. അപ്പൊ സോറമ്മയും വന്ന് പറയും. പിന്നെ സോറമ്മയ്ക്കാണ് ഒരുപാട് റിലേഷൻസ് ആയിട്ട് കൂട്ടുള്ളത്. ഞങ്ങൾക്ക് ഇത്തിരി കൂട്ടില്ലാണ്ടല്ല, പക്ഷെ ഞങ്ങൾ എങ്ങോട്ടും എന്ന് വെച്ചാൽ മണിക്കുട്ടനും ദാദിമൊക്കെ വെയ്യാത്തതുകൊണ്ട് അധികം പോക്ക് കുറവാണ്. അപ്പൊ സോറമ്മ ഒന്ന് വിശേഷമൊക്കെ കാലത്ത് തന്നെ ഇരുന്ന് പറയും. പിന്നെ നമ്മുടെ അബുക്കുട്ടൻ നന്നിമയ്ക്ക് പല്ല് വേദനയായിരുന്നു. അപ്പൊ അതിന് ഡോക്ടർക്ക് കാലത്ത് തന്നെ നമ്പർ എടുക്കാൻ പോയിട്ട് വന്നു. അപ്പൊ മുട്ടയും പച്ചമുളകൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പൊ സവിതക്കുട്ടി ഇന്നില്ലാത്ത കാരണം കൊണ്ടും നന്നിമ്മയുടെ കൂടെ മാളൂന് പോകേണ്ട ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ ഞങ്ങൾ വേഗം ക്ലീനിങ് പരിപാടിയും പണികളൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ വെയ്യല്ലോ. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി നിന്ന് തന്നെ എല്ലാം ചെയ്തു. പിന്നെ നമ്മൾ കാലത്തെ ഭക്ഷണത്തിന്റെ റീലെടുക്കാൻ വേണ്ടിയൊക്കെ വൃത്തിയാക്കി അതും എടുത്തു. അപ്പൊ ഇന്നത്തെ അപ്പവും കുറുമക്കറിയില്ല ഉരുളൻകിഴങ്ങ് കറിയും ഇന്നത്തെ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചില ദിവസം ഈ പറഞ്ഞോണം നമുക്ക് ആർക്കെങ്കിലും അബദ്ധങ്ങളൊക്കെ പറ്റില്ലേ. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമന്റ് ചെയ്യണേ.